ഒന്നാമത് ഇന്ത്യൻ കമ്പനിയും പല ഇന്ത്യൻ ബാങ്കുകളും ഇന്ത്യയുടെ സോവറിൻ റേറ്റിങ്ങും S&P അപ്ഗ്രേഡ് ചെയ്തതായിട്ടുള്ള ന്യൂസ് പറഞ്ഞു. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഗുണം? നമുക്ക് പുറത്തുനിന്ന് ലോൺ എടുക്കാൻ നമ്മുടെ റേറ്റിംഗ് ഹൈ ആവും അല്ലേ. നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കാനുള്ള എലിജിബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്കൊരു മലയാളത്തിൽ പറയാം. അതായത് നമ്മുടെ ലോൺ എടുക്കാനുള്ള എലിജിബിലിറ്റി നമുക്ക് നന്നായിട്ട് റേറ്റിംഗ് കൂടും. റേറ്റിംഗ് കൂടുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ചീപ്പ് റേറ്റിൽ ലോൺ കിട്ടും. ഒന്നാമത്തെ കാര്യം. അതിൻ്റെ കൂടെ US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഇന്ത്യൻ കമ്പനീസിന് ഇന്ത്യയിൽ നിന്ന് ലോൺ എടുക്കാതെ പുറത്തു പോയിട്ട് എക്സ്റ്റേണൽ കമേഴ്ഷ്യൽ ബോറോയിങ്, സിമ്പിൾ വർത്താനത്തിൽ പറയുകയാണെങ്കിൽ ഗ്ലോബൽ ഡെപ്റ്റ്, അമേരിക്കയിൽ നിന്ന് ഡെപ്റ്റ് എടുക്കുമ്പോൾ ഒരു ചീപ്പ് മണി നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ കിട്ടുന്ന ലോണിനെക്കാട്ടിലും വില കുറഞ്ഞ ലോൺ നമ്മുടെ എക്സ്റ്റേണൽ കമേഴ്ഷ്യൽ ബോറോയിങ് വഴി ഇന്ത്യൻ കമ്പനീസിന് അവിടുന്ന് എടുക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഭയങ്കരമായിട്ട് കുറയുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡെപ്റ്റുള്ള കമ്പനികളുണ്ടല്ലോ, അതായത് ഇവിടുന്ന് ലോൺ എടുത്തിരിക്കുന്ന കമ്പനി നമ്മുടെ ഇവിടുത്തെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് 10, 11, 12% ഇൻട്രസ്റ്റ് റേറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് നല്ല റേറ്റിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മുതൽ എക്സിസ്റ്റിംഗ് ഡെപ്റ്റുള്ള കമ്പനിക്ക് എക്സ്റ്റേണൽ കമേഴ്ഷ്യൽ ബോറോയിങ് വഴി US പോയി ചീപ്പായിട്ടുള്ള, ഉദാഹരണത്തിന് 4%, 5% എന്ന് വിചാരിക്കാം, 5% ലോൺ എടുത്തിട്ട് 11%, 10%, 12% അടയ്ക്കുന്ന ഇന്ത്യൻ ലോൺ റിട്ടയർ ചെയ്യാം, അടച്ചു തീർക്കാം. അവിടെ തന്നെ ഒരു 5%, 6% ഇൻട്രസ്റ്റ് ഔട്ട് ഗോ നമുക്ക് സേവ് ചെയ്യാം എന്നുള്ള. അപ്പോൾ US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ കമ്പനീസിനെ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു വെച്ചു എന്നുള്ള.